ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിക്ക് സ്കൂട്ടർ വാങ്ങാനായി അതിരാവിലെ തന്നെ ഹരീഷിനെയും കൂട്ടി സുധീഷ് ഹരീഷിന്റെ കടയിലേക്ക് വരികയാണ്. കട തുറക്കുന്ന ഹരീഷ് പറയുകയാണ്, കുളിക്കാതെ ഞാൻ ഇതുവരെ കട തുറന്നിട്ടേ ഇല്ല. അപ്പൊ സുധീഷ് പറയുന്നു, എല്ലാത്തിനും ഒരു തുടക്കം വേണ്ടടാ ഹരീഷേ, നീ വേണമെങ്കിൽ നോക്കിക്കോ, ഇനി ഇടയ്ക്കിടയ്ക്ക് കുളിക്കാതെ നീ കട തുറക്കും. ഒരു അഴുക്ക് പെണ്ണിനും ഇട്ടുകൊണ്ടല്ലേ നീ ജോലി ചെയ്യുന്നത്, അപ്പൊ നീ കുളിച്ചാൽ എന്താ കുളിച്ചില്ലെങ്കിൽ എന്താ. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ സുധീഷ്. ഈ സമയം സ്കൂട്ടറുമായി അവിടേക്ക് വരികയാണ് ഓണർ. വണ്ടി നല്ല വണ്ടിയാണെന്നും ഒരു ഡാമേജ് പോലും ഇല്ലാന്നൊക്കെ ഓണർ പറയുകയാണ്. ഈ സമയം അയാളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയും ഫോണിൽ സംസാരിച്ചുകൊണ്ട് അയാൾ അങ്ങോട്ട് മാറി നിൽക്കുകയുമാണ്. അപ്പൊ സുധീഷ് പറയുകയാണ്, വണ്ടി കണ്ട് ആ പഴക്കം തോന്നുന്നുണ്ട്, നമ്മുടെ നിധിയുടെ റേഞ്ചിന് ഈ സ്കൂട്ടർ മതിയോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അപ്പൊ സുധീഷ് പറയുന്നു, വണ്ടി കണ്ട ഉടനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. അങ്ങനെ സുധീഷ് സ്കൂട്ടർ ഓടിച്ചു നോക്കുകയാണ്. തുടർന്ന് ഓണർ ചോദിക്കുന്നു, വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിയോ സുധീഷേ? അപ്പൊ സുധീഷ് പറയുകയാണ്, വണ്ടിയൊക്കെ നല്ലതാ, എത്ര രൂപയാണ് നിങ്ങൾ ചോദിക്കുന്നത്? അയാൾ പറയുകയാണ്, ഒരു 30,000 രൂപ തന്നാൽ വണ്ടി ഇതാ ഇപ്പൊ തരാം. ഇത് കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് സുധീഷ്. 30,000 രൂപയോ? ഈ വണ്ടിക്ക് അത്രയൊന്നും തരാൻ പറ്റില്ല, കുറച്ച് കുറയ്ക്കണം. ഇത് കേട്ട് അയാൾ പറയുകയാണ്, എന്താ ചെയ്യുക, അറിയാവുന്നവരായി പോയില്ലേ. ശരി, ഹരീഷിന് വേണ്ടി ഒരു 5,000 രൂപ കുറയ്ക്കാം, അതിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റില്ല. സിംഗിൾ ഓണർ വണ്ടിയാ, നല്ല സൂപ്പർ വണ്ടി. ഹരീഷുമായി സംസാരിച്ചതിന് ശേഷം സുധീഷ് പറയുന്നു, ഞങ്ങൾക്ക് ഈ വണ്ടി ഓക്കെയാ, ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 വെച്ചു. അങ്ങനെ 10,000 രൂപ കൊടുക്കുകയാണ് സുധീഷ്. അത് എണ്ണി നോക്കിയിട്ട് അയാൾ പറയുന്നു, ശരി, ബാക്കി പണം എപ്പോഴാണോ തരുന്നത് അപ്പം സ്കൂട്ടറുമായി പോകാം. അപ്പൊ സുധീഷ് പറയുകയാണ്, ബാക്കി പണം ഞങ്ങൾ ഉടനെ തരാം, പക്ഷെ വണ്ടി ഇപ്പൊ വേണം. അതെങ്ങനെ ശരിയാകുമെന്ന് അയാൾ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്താ ഇങ്ങനെ, ഹരീഷിനെ അറിയത്തില്ലേ, അവനെ വിശ്വസിച്ച വണ്ടി തരത്തില്ലേ? അയാൾ പറയുകയാണ്, അതൊക്കെ ശരിയാ സുധീഷ്, പക്ഷെ വെറും 10,000 രൂപ തന്നിട്ട് വണ്ടി എങ്ങനെ തരിക? നിങ്ങൾ പറഞ്ഞിട്ട് 5,000 രൂപ ഞാൻ കുറച്ചു, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു വാങ്ങുന്ന വണ്ടിയാണിത്, എന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കൈയോടെ ഈ വണ്ടി കൊണ്ടുപോയി അവളുടെ മുന്നിൽ നിർത്തിയാൽ അവൾക്ക് വലിയ സന്തോഷമാകില്ലേ? എടാ ഹരീഷ് പറയടാ. അങ്ങനെ സുധീഷും ഹരീഷും കൂടി സംസാരിച്ച് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. തുടർന്ന് സ്കൂട്ടറുമായി കിളിക്കൂട്ടിലേക്ക് വരികയാണ് ഹരീഷും സുധീഷും. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് ഹരീഷിനോട് പറയുന്നു, നീ വണ്ടി തള്ളിക്കൊണ്ടുവാ, നിധിക്ക് വേണ്ടി നീ ഇതെങ്കിലും ചെയ്യും. ഇത് കേട്ട് ഹരീഷ് കണ്ണു തള്ളി നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, വണ്ടി എടുത്തോണ്ട് വാടാ മോനെ. ഇത് കേട്ട് ഹരീഷ് സുധീഷിന്റെ പിന്നാലെ വണ്ടി തള്ളിക്കൊണ്ട് വരികയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, നിധിക്ക് ഇത് നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് കാണിക്കുന്നത്, നീ പോയി സുഭാഷ് ഏട്ടനെ കൂട്ടിക്കൊണ്ടുവാ. എന്താണ് നോക്കി നിൽക്കുന്നത്? ഇനി ഞാൻ ഒന്നും പറയില്ല, ചെല്ല സുഭാഷ് ഏട്ടനെ കൂട്ടിക്കൊണ്ടുവാ. സുധീഷ് ഏട്ടന്റെ കാര്യം കഴിഞ്ഞല്ലേ, ഇനി നമ്മളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാലോ എന്ന് പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ പാട്ടും പാടി അവിടേക്ക് വന്ന ഭാസ്കരൻ സ്കൂട്ടറിലേക്ക് ശ്രദ്ധിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇനി നിധി ഓഫീസിലേക്ക് സ്കൂട്ടറിൽ പോകും. ഭാസ്കരൻ ചോദിക്കുന്നു, വണ്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, എനിക്കാണോടാ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ, നിങ്ങൾക്ക് തരാൻ പോകുക. ഇത് കേട്ട് ഭാസ്കരൻ ബീഡി എടുത്ത് വലിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇവിടെ നിന്ന് ബീഡി വലിക്കരുതെന്ന് നിധി പറഞ്ഞിട്ടില്ലേ, അങ്ങോട്ട് മാറി നിൽക്ക്. ഇത് കേട്ട് ഭാസ്കരൻ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. ഹരീഷ് സുഭാഷിനെയും നികേഷിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നു. സ്കൂട്ടർ കണ്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അവർ. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇത് വാങ്ങാനാ ഞാൻ ഹരീഷും അതിരാവിലെ തന്നെ ധൃതി പോയത്, ഇനി ഇതാ നമ്മുടെ നിധിയുടെ വണ്ടി. എങ്ങനെയുണ്ട്? സുഭാഷ് പറയുകയാണ്, നന്നായിട്ടുണ്ട്, ഇത്ര പെട്ടെന്ന് നീ വാങ്ങിയോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഇന്നലെ ഒരു വണ്ടിയുണ്ട് നോക്കുന്നതെന്ന് ഞാൻ സുധീഷനോട് ചോദിച്ചു, രാവിലെ എന്നെ ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല, വണ്ടി ഉടനെ കാണണമെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയതാ, വണ്ടിയുടെ മുഴുവൻ കാശ് പോലും കൊടുത്തിട്ടില്ല, അഡ്വാൻസ് കൊടുത്തിട്ടേ ഉള്ളൂ, വണ്ടി ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ എനിക്ക് പെട്ടെന്ന് നിധി വണ്ടി പോകുന്നത് കാണാൻ ഒരു ആഗ്രഹം തോന്നി, ഇവൻ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൈയോടെ പോയി വാങ്ങിക്കൊണ്ടുവന്നു. വണ്ടി എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുകയാണ്, നന്നായിട്ടുണ്ടടാ. വണ്ടിയിലൊക്കെ ഇരുന്ന് നോക്കി നികേഷ് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ് ഏട്ടാ. വില എത്ര ആയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അയാൾ 30,000 ചോദിച്ചു, ഞങ്ങൾ 25,000 വാങ്ങി, 10,000 കൊടുത്തിട്ടുള്ളൂ, ബാക്കി പിന്നെ കൊടുക്കാം. അതൊക്കെ കൊടുക്കാവിടാന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, കൊടുക്കണം. അപ്പൊ സുധീഷ് പറയുകയാണ്, ശരി ശരി ഞാൻ കൊടുത്തോളാം. പുഞ്ചിരിച്ച സുഭാഷ് പറയുകയാണ്, എടാ നമ്മുടെ നിധിക്ക് വേണ്ടിയല്ലേ, നമുക്ക് കൊടുക്കാവിടാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അങ്ങനെ പറ സുഭാഷ് ഏട്ടാ, എനിക്ക് വേണ്ടി സുഭാഷ് ഏട്ടൻ തരും. എന്തിനാ സുഭാഷ് ഏട്ടൻ തരുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നീ അത് വിടടാ, അതൊക്കെ നമുക്ക് നോക്കാം. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ നിധി അകത്തില്ലേ? റൂമിലുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സൂപ്പർ, നിധിയെ സർപ്രൈസ് ആയിട്ട് ഈ വണ്ടി കാണിക്കാം. നികേഷ് നീ ഒരു കാര്യം ചെയ്യണം, ഒരു പട്ടു തുണി എടുത്ത് ഈ വണ്ടി നന്നായി കവർ ചെയ്ത് വെക്കണം, ഞാൻ പോയി ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ടുവരാം. ഏട്ടത്തി വണ്ടി കണ്ട ഉടനെ അമ്പരന്ന് നിൽക്കണം. സുധീഷ് ഏട്ടാ ഞാനും കൂടി വരാമെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നീ ഇവിടെ നിൽക്കടാ, എനിക്ക് സ്കോർ ചെയ്യാനുള്ള സമയമല്ലേ, അത് കുടുംബമായിട്ട് ഇല്ലാണ്ടാക്കൂ, ഇതെന്റെ സർപ്രൈസാ, ഞാൻ റിവീൽ ചെയ്തോളാം, ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ സുധീഷ് അകത്തേക്ക് കയറി നിധിയുടെ റൂമിൽ തട്ടി വിളിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി കാര്യം അന്വേഷിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ഒന്ന് പുറത്തേക്ക് വരുമോ, നിധിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ് എന്നാ നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ഇപ്പോഴാ
ഇപ്പോഴത് പറഞ്ഞാൽ അത് സർപ്രൈസ് ആകില്ലല്ലോ. കണ്ണടച്ചോണ്ട് വാ. എന്തിനാ അങ്ങനെ? എന്ത് സർപ്രൈസ് ആണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, നിധി എന്റെ കൂടെ വാ, 2 മിനിറ്റ് കൊണ്ട് അറിയല്ലോ. കണ്ണടച്ചു വാ. നിധി കണ്ണടയ്ക്കുമ്പോൾ സുധീഷ് പറയണേ, ഇത് ശരിയാകില്ല. നിധി കണ്ണു തുറന്ന് നോക്കിയാലോ? ഞാൻ കണ്ണു പൊത്തി പിടിക്കാം. അങ്ങനെ സുധീഷ് കണ്ണു പൊത്താനായി വരുമ്പോൾ പിന്നോട്ടേക്ക് മാറി നിധി ചോദിക്കണേ, എന്താ? അപ്പൊ സുധീഷ് പറയണ, നിധി കണ്ണു തുറന്ന് നോക്കിയാലോ? അപ്പൊ നിധി പറയണ, ഞാൻ കണ്ണു തുറന്ന് നോക്കത്തൊന്നുമില്ല, വാ പോകാം. അപ്പൊ സുധീഷ് പറയണ, ശരി, അറ്റ്ലീസ്റ്റ് കയ്യിലെങ്കിലും ഒന്ന് പിടിക്ക്, ഇല്ലെങ്കിൽ കണ്ണടച്ചു വരുമ്പോൾ തട്ടി താഴെ വീണാലോ? നിധി ചോദിക്കുന്നു, ഇപ്പൊ കണ്ണു തുറന്ന് വന്നാൽ എന്താ? അപ്പൊ സുധീഷ് പറയണ, പ്ലീസ് നിധി, സർപ്രൈസ് അല്ലേ? അപ്പൊ നിധി പറയണ, ശരി ഞാൻ വരാം, സ്റ്റെപ്പ് വരുമ്പോൾ കൈ തന്നാ മതി. ശരി എന്ന് പറഞ്ഞ് സുധീഷ് മുന്നോട്ട് നടക്കുമ്പോൾ നിധി കണ്ണടച്ച് ഒപ്പം വരികയാണ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, നിധി സൂക്ഷിച്ച്. നിധിയെയും കൂട്ടിക്കൊണ്ട് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് സന്തോഷത്തോടു കൂടി സ്കൂട്ടറിന്റെ മുന്നിൽ നിൽക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. സ്റ്റെപ്പ് ഇറങ്ങുന്ന നിധി വീഴാനായി തുടങ്ങുമ്പോൾ സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു. നിധി കണ്ണു തുറക്കല്ലേ, ഞാൻ പറഞ്ഞിട്ട് കണ്ണു തുറന്നാ മതിയെ, ഇവിടെ നിന്നാ മതി, ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കല്ലേ. സുഭാഷും നികേഷും ഹരീഷും സ്കൂട്ടറിന്റെ മുന്നിൽ നിന്ന് മാറുമ്പോൾ ഒരു കീറിയ ബെഡ്ഷീറ്റ് സ്കൂട്ടറിൽ ഇട്ടിരിക്കുന്നത് കാണുകയാണ്. ഞെട്ടി സുധീഷ് മനസ്സിൽ പറയുന്നു, പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞു വെക്കണമെന്ന് പറഞ്ഞിട്ട് കീറിയ ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. കണ്ണു തുറക്കട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി കണ്ണു തുറക്കല്ലേ. അങ്ങനെ സുഭാഷിന്റെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത്, കീറിയ തുണി കൊണ്ടാണോ പൊതിഞ്ഞു വെക്കുന്നത്? പെട്ടെന്ന് ഇതാ കിട്ടിയതെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ എങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് വെച്ചിരുന്നതാ, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്ത്? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ഞാൻ കണ്ണു തുറക്കാൻ പോവാണേ. നിധി 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് ആ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ്, ഇല്ല ഞാൻ കണ്ണു തുറക്കാൻ പോവാ. അപ്പോഴേക്കും സുധീഷ് ആ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റുകയാണ്. സ്കൂട്ടർ കണ്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധി. കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന ഭാസ്കരൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സന്തോഷത്തോടു കൂടി അരികിലേക്ക് വന്ന നിധി പറയുന്നു, വണ്ടി കൊള്ളാലോ, എങ്ങനെയുണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നന്നായിട്ടുണ്ട്. ഇത് ആർക്ക് വാങ്ങിയതാ? നികേഷിനാണോ? അല്ലെന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷേട്ടനാണോ? അയ്യോ എനിക്കല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കണം, പിന്നെ ആർക്കാ? സുധീഷ് പറയുന്നു, ഹലോ ഇത് ഇയാൾക്കുള്ള വണ്ടിയാണ്. ഞെട്ടി കണ്ണ് തള്ളി നിധി ചോദിക്കാണ്, എനിക്കോ? ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, സത്യമാണ് മോളെ, നിനക്ക് വേണ്ടി സുധീഷ് വാങ്ങിച്ചോണ്ട് വന്നതാ. പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, എനിക്കോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ നിധി, ഈ വണ്ടി നിധിയുടെയാ. അങ്ങനെ സുധീഷ് കീ എടുത്ത് നിധിയുടെ നേരെ നീട്ടുകയാണ്. ശരിക്കും ഇത് എനിക്ക് തന്നെയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ദിവസവും ബസ്സിൽ കയറി ഇറങ്ങി കഷ്ടപ്പെടുകയല്ലേ, തക്കരയില് എല്ലാ സൗകര്യത്തോടും കൂടി ജീവിച്ചതല്ലേ, അത്രയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യണ്ടേ. ഇനി ദിവസവും ഓഫീസിലേക്ക് വണ്ടി പോയിട്ട് വരാം, കീ മേടിക്ക്, എന്നിട്ട് ഒരു റൗണ്ട് പോയിട്ട് വാ. നിധി കീ വാങ്ങാൻ മടിച്ചു നിൽക്കുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി നിൽക്കുകയാണ്. സുഭാഷ് പറയുകയാണ്, മോളെ എത്ര ആഗ്രഹിച്ചു വാങ്ങിയ വണ്ടിയാ, ഒരു റൗണ്ട് ഓടിച്ചിട്ട് വാ. എനിക്ക് എന്തിനാ ഇപ്പൊ വണ്ടിന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ഒന്നും പറയണ്ട, ഈ കീ വാങ്ങിച്ച് വണ്ടി എടുക്ക്. നിധി മടിച്ചു നിൽക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി വണ്ടിയിലോട്ട് കയറ്. നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ, കീ വാങ്ങിക്ക്. സുധീഷ് സംശയത്തോടു കൂടി ഹരീഷിനോട് ചോദിക്കണം, എന്താടാ? അപ്പൊ ഹരീഷ് പറയണ, അറിയില്ല മോളെ, വണ്ടി ഓടിച്ചു നോക്കുന്ന സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, സുഭാഷ് ഏട്ടാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് ചോദിച്ച് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കുന്നു. വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എനിക്ക് ഓടിക്കാൻ അറിയില്ല. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി ഇതൊക്കെ ഈസിയാ, സൈക്കിൾ ഓടിക്കത്തില്ലേ, അതുപോലെ വിചാരിച്ചാൽ മതി, കുറച്ചുനാൾ ഓടിച്ചാൽ എല്ലാം ശരിയാകും. അപ്പൊ നിധി പറയണ, അതല്ലടാ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയില്ല. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കണേ, എന്താ നിധി പറയുന്നത്, സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലേ? അങ്ങനെ സുധീഷ് നിധിയെ പരിഹസിച്ചിരിക്കുമ്പോൾ എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷ് പറയുന്നു, എടാ ഹരീഷ് നീ കേട്ടില്ലേ, സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലെന്ന്. എടാ എന്താടാ ഇത്, വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, അറിയില്ല. ഇപ്പൊ എന്താ അതിന്? അപ്പൊ സുധീഷ് പറയണ, നാക്ക് മാത്രം തക്കല വരെ പോകുന്നുണ്ട്. എന്താ പറഞ്ഞത്, ഇൻഡിപെൻഡന്റ് വുമണ്, എനിക്കെല്ലാം നോക്കാൻ അറിയാം, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. വണ്ടി പോലും ഓടിക്കാൻ അറിയില്ലേ നിധിക്ക്? പിന്നെ എങ്ങനാ നിധി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുക? എങ്ങനെയായിരുന്നു, ആദ്യം സ്കൂട്ടർ വാങ്ങും, പിന്നെ കാറ് വാങ്ങും, എന്തായിരുന്നു തള്ള്, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് മാത്രം പറഞ്ഞില്ല. അങ്ങനെ സുധീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് ഹരീഷ്. ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, മതി, നിർത്തുന്നുണ്ടോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, സുധീഷ് നീ കൂടുതൽ ഓടിക്കണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ നിധിയെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്, ഒരു ലോറി കൊണ്ട് കൊടുത്താലും ഓടിച്ചു കാണിക്കുമെന്നാ വിചാരിച്ചത്, ഇപ്പൊ സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലെന്ന്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല സുഭാഷ് ഏട്ടാ. ശരി അത് വിട്, ഞാൻ നിധിയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാം, വണ്ടി എങ്ങനെയാ ഓടിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. നിധി കയറിയിരിക്കും. നിധി വളരെ ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാ പഠിക്കാൻ പറ്റില്ല നിധി, വണ്ടി ഓടിച്ചോടിച്ചേ പഠിക്കാൻ പറ്റൂ, വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിധി ചോദിക്കുന്നു, നികേഷ് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലടാ? അറിയാമെന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കണം, നീ എന്നെ പഠിപ്പിക്കോ? പഠിപ്പിക്കാൻ ഏട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, നിധി ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നിധി പറയണ, അതിന്റെ ആവശ്യമില്ല, നികേഷ് എന്നെ പഠിപ്പിച്ചോളൂ. നികേഷ് നീ വണ്ടി എടുക്കടാ. സുധീഷിന്റെ കയ്യിൽ നിന്നും കീ വാങ്ങിച്ച് നികേഷ് പറയുന്നു, ഏട്ടത്തി അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ആദ്യം നമുക്ക് ഓടിച്ചു നോക്കാം, അതിനുശേഷം നമുക്ക് റോഡിൽ ഓടിക്കാം. ശരിയെടാന്ന് നിധി പറയുമ്പോൾ ബൈ സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷ്
നികേഷ് വണ്ടി എടുക്കുകയാണ്. എല്ലാവർക്കും ടാറ്റ കാണിച്ച് നികേഷിന്റെ ഒപ്പം സ്കൂട്ടറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് നിധി. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്താണ് ഇത്, അവൻ എന്തിനാ നിധിയും കൂടി പോയത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാ പോരെ, ആര് പഠിപ്പിച്ചാൽ എന്താ? അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ എനിക്ക് പഠിപ്പിക്കണം, എങ്കിലേ ഞങ്ങളുടെ ഇടയിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകൂ. അതിനുവേണ്ടിയല്ലേ ഇത്ര രാവിലെ എഴുന്നേറ്റ് സ്കൂട്ടർ വാങ്ങാൻ പോയത്. വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഗ്യാപ്പില് ലൈറ്റ് ആയിട്ട് റൊമാൻസ് ഒക്കെ ഉണ്ടാകുമല്ലോ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അതെ, ആ ഗ്യാപ്പിലല്ലേ സുധീഷേട്ടന് റൊമാൻസിന് സമയമുള്ളൂ. സുഭാഷ് ചോദിക്കണ, രാവിലെ എഴുന്നേറ്റ് ചായ പോലും കുടിക്കാതെ പോയതല്ലേ, നിങ്ങക്ക് വിശക്കുന്നില്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, സുഭാഷേട്ട ഭയങ്കര വിശപ്പാ, രാവിലെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു ചായ പോലും വാങ്ങിച്ചു തന്നില്ല. ശരി നീ വാ. എടാ സുധീഷ് വാടാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷ് പറയുന്നു, എടാ സുധീഷ് വാ, വന്ന് കഴിക്ക്, അവരിങ്ങ് വന്നോളും, ഞാൻ വരാം സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് നികേഷ് നിധിയെയും കൂട്ടി ഒരു ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ഈ സ്ഥലം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ചുറ്റും നോക്കി നിധി പറയുന്നു, ഓക്കെ ആടാ. അപ്പൊ നികേഷ് പറയുകയാണ്, ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഏട്ടത്തിയെ സ്കൂട്ടർ പഠിപ്പിച്ചിരിക്കും. അപ്പൊ നിധി പറയുകയാണ്, എടാ എനിക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ലെന്നല്ല പറഞ്ഞത്, അപ്പൊ നീ എങ്ങനെ എന്നെ ഒറ്റ ദിവസം കൊണ്ട് സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുന്നത്? നികേഷ് ചോദിക്കുന്നു, അതെങ്ങനെ ഏട്ടത്തിക്ക് ഒരു ചേട്ടനുള്ളതല്ലേ, ചേട്ടൻ പോലും സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചില്ലേ, അതോ ചേട്ടന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലേ? അപ്പൊ നിധി പറയുകയാണ്, ചേട്ടൻ സൈക്കിള്, സ്കൂട്ടർ, കാറ് അങ്ങനെ എല്ലാ വണ്ടികളും നന്നായി ഓടിക്കും, എന്നെ മാത്രം അവരൊന്നും പഠിപ്പിച്ചില്ല. എവിടെ പോകണേലും കാറിൽ പോകണം, കാറിൽ വരണം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും സൈക്കിളിൽ പോകുമ്പോൾ അത് കണ്ട് എനിക്കും സൈക്കിളിൽ പോകണമെന്ന് ആഗ്രഹം തോന്നി. സൈക്കിൾ വാങ്ങിച്ചു തരാൻ വീട്ടിൽ പറഞ്ഞു, അവരാരും കേട്ടതായി ഭാവിച്ചതുപോലുമില്ല. നിർബന്ധം കൂടിയപ്പോൾ വീട്ടിൽ കാറുണ്ടല്ലോ, പിന്നെന്തിനാ സൈക്കിളെന്ന് ചോദിച്ചു. കോളേജിൽ പോയതും അങ്ങനെയാ. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി അതൊക്കെ വിട, പെട്ടെന്ന് തന്നെ നമുക്ക് സ്കൂട്ടർ പഠിക്കാൻ പറ്റും. സുധീഷേട്ടൻ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ ഏട്ടത്തി വേണ്ടാന്ന് പറഞ്ഞത്? സുധീഷേട്ടൻ നന്നായി പഠിപ്പിക്കും. സുധീഷേട്ടനാ ഹരീഷേട്ടനെ എന്നെയെല്ലാം സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചത്. എന്തിന് സുഭാഷേട്ടനെ വരെ പഠിപ്പിച്ചത് സുധീഷേട്ടനാ. സുധീഷേട്ടൻ പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ നിധി പറയാണ്, അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ സുധീഷ് എന്നെ ഒരുപാട് കളിയാക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുന്നത്. സുധീഷ് എന്നെ പഠിപ്പിച്ചാൽ എന്റെ ഉള്ള കോൺഫിഡൻസും കൂടി ഇല്ലാതാകും. ഞാൻ പതിയെ പഠിച്ചോളാം, നീ എന്നെ പഠിപ്പിച്ചാൽ മതി. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, ശരി. ഏട്ടത്തി വന്ന് വണ്ടിയിലേക്ക് ഇരിക്കും. ഇത് കേട്ട് ഭയത്തോടു കൂടി നിൽക്കുകയാണ് നിധി. നികേഷ് നിധിയെ ശ്രദ്ധിക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്